ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഇറാന്റെ ഏകപക്ഷീയ തീരുമാനങ്ങളെ അംഗീകരിക്കാനാകില്ലെന്ന് UAE. അയൽരാജ്യങ്ങളെ വഞ്ചിച്ച് ആക്രമണം നടത്തിയവരാണ് ഇറാനെന്നും UAEയുടെ പ്രസ്താവന. അന്താരാഷ്ട്ര താൽപര്യങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് ഹോർമസിലൂടെ ഗതാഗതം അനുവദിക്കണമെന്നും UAE ആവശ്യപ്പെട്ടു. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, കഴിഞ്ഞ ഒരാഴ്ച സമയം നോക്കുകയാണെങ്കിൽ UAE ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ഓരോ ദിവസവും വളരെ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടരെയുള്ള പ്രസ്താവനകൾ ഇറക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ എന്താണ് UAEയുടെ നിലപാട്? ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഈ സൗദിയും UAEയും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങളൊക്കെ ഇപ്പോൾ വാർത്തയാകുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ UAE നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ? പ്രജിൻ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ശേഷം ഏറ്റവും അധികം ഇറാനെ കടന്നാക്രമിക്കുന്നതും ഒപ്പം തന്നെ അയൽ രാജ്യങ്ങളെ അടക്കം ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിൽ ഒരു കൂട്ടായ്മയുടെ പരാജയം എന്ന തരത്തിലേക്കൊക്കെ UAE ഈ സംഘർഷ സമയത്തെ ഓരോ രാജ്യങ്ങളുടെയും നിലപാടിനെ ഇപ്പോൾ വിമർശിക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഓരോ ദിവസവും UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ്, അദ്ദേഹമാണ് സാധാരണ നിലയിൽ എല്ലാ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള വിഷയങ്ങളിലൊക്കെയും പ്രതികരണം നടത്താറുള്ളത്. ദുബായ് ഭരണാധികാരികളോ അല്ലെങ്കിൽ UAE ഭരണാധികാരികളോ അത്തരത്തിൽ പ്രതികരണം നടത്തുന്നത് വളരെ കുറവാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ അൻവർ ഗർഗാഷ് ഇന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഏകപക്ഷീയമായി എടുക്കുന്ന ഒരു തീരുമാനങ്ങളെയും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. ഇറാൻ അയൽ രാജ്യങ്ങളെ വഞ്ചിച്ച് അവരെ ആക്രമിച്ചവരാണ്. അത് നേരത്തെയും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതായത് പെടുന്നതിനുള്ള ഒരു ആക്രമണമായിരുന്നു. ഒരു നിലയ്ക്കും തങ്ങൾ ഇത് ഇത്ര വലിയൊരു ആക്രമണമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇറാൻ കരുതിക്കൂട്ടി ആക്രമിച്ചതാണ്. തീവ്രമായ ആക്രമണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാൻ ശ്രമിച്ചു. അപ്പോൾ ആ വാദം അദ്ദേഹം ആവർത്തിക്കുന്നു. അതോടൊപ്പം പറയുകയാണ്, അപ്പോൾ അത്തരത്തിലുള്ള ഇറാൻ നടത്തുന്ന താൽക്കാലികമായിട്ടുള്ള ക്രമീകരണങ്ങളെ ഒരു നിലയ്ക്കും UAEക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ UAE തയ്യാറല്ല. ഒപ്പം തന്നെ ഈ അന്താരാഷ്ട്ര നിയമങ്ങളും ഒപ്പം തന്നെ അന്താരാഷ്ട്ര താല്പര്യങ്ങളും ഒക്കെ പരിഗണിച്ച് വേണം ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിൽ ഒരു അവസാന തീരുമാനത്തിലെത്താൻ എന്നുള്ളത് UAE മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട നയമാണ്. കാരണം ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ പെട്ടെന്നൊരു തീരുമാനം എടുക്കുമെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് UAEയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും ഏകപക്ഷീയമായ ഇറാന് ഏതാണ്ടൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു നയവും അല്ലെങ്കിൽ ഒരു തീരുമാനവും അത്തരത്തിലുള്ള ഒരു കരാറുമൊക്കെ ആയിട്ട് ഇറാൻ വന്നാൽ അതിനെ ഒരു പക്ഷേ അംഗീകരിച്ചു കൊടുക്കാൻ ഈ UAE തയ്യാറാകില്ല. അത് അമേരിക്ക UAE അതിൽ സമ്മർദ്ദം ചെലുത്തും എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രജിൻ, എന്തായാലും അപൂർവമായി മാത്രമാണ് UAEയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അതുണ്ടായിരിക്കുന്നു. മുഹമ്മദ് റഹീസാണ് ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.